ഹലോ നമസ്കാരം. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്? നമ്മളും അതേട്ടാ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോണു. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുക്കിങ്ങും ക്ലീനിങ്ങും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു അടുക്കി പെറുക്കലുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി നമുക്ക് സമയം കളയണ്ടല്ലേ, വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പം ഇവിടെ ഇപ്പോൾ ചെറുതായി തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ഫ്രഷായിട്ട് കിച്ചണിലേക്ക് വരുന്നതായിട്ട് മുമ്പ് വെറുതെ ഒന്ന് പുറത്തോട്ട് ബാൽക്കണിയിലൊന്ന് വന്ന് നോക്കൂട്ടാ. അപ്പോൾ നോക്കിയേ, നല്ല ഇങ്ങനെ മഞ്ഞിൽ ഇന്ന് ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. മഞ്ഞിൽ മൂടി കിടക്കണം, ഒട്ടും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടാ. കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പം കാണാൻ തന്നെ ഭംഗിയുള്ളൂ കേട്ടോ. അപ്പം വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മളിത് അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ മുതിര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുതിരയും പുട്ടും ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. അപ്പോൾ വിനോദയാത്ര സിനിമയിൽ മുകേഷ് ചോദിക്കണ പോലെ ഇന്നും പുട്ടാണോ എന്ന് ചോദിക്കില്ലേ, അതുപോലെയാണ് എൻ്റെ വീട്ടിലുള്ളവരൊക്കെ എന്നോട് ചോദിക്കുക ഇന്നും പുട്ടാണോ എന്ന്. അപ്പോൾ പുട്ടിൻ്റെ കൂടെയുള്ള ആൾക്കാരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റൂട്ടാ. അപ്പോൾ ഇടയ്ക്ക് കടലയാവും, അല്ലെങ്കിൽ മുതിരയാവും, അല്ലെങ്കിൽ പഴം, കൊള്ളി ഇഷ്ടവരെ ഞാൻ പുട്ടിലേക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചിക്കൻ തലേദിവസം രാത്രി ചിക്കൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിറ്റേ ദിവസം ചിക്കനും പുട്ടായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഇങ്ങനെ പുട്ടിൻ്റെ കൂടെയുള്ള ആൾക്കാരെ മാറ്റാറുണ്ടെങ്കിലും പുട്ടിന് അധികം മാറ്റം സംഭവിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്നും പുട്ട് തന്നെയാണ്, കൂടെ ഞാൻ മുതിര ഉപ്പേരിയാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പം മുതിര അടുപ്പത്ത് വേവിക്കാനായിട്ട് വെച്ചു. ചോറ് അതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടിനുള്ള പൊടി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് മുതിരയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും കുറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മഞ്ഞ് ചെറുതായി ഒന്ന് മാറി വരുന്നുള്ളൂ കേട്ടോ. എന്നാലും നമ്മൾ രാവിലെ അത് ഇട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അതങ്ങനെ വേറെ പണികൾ അങ്ങനെ പോയി അതവിടെ ഇരിക്കും. അപ്പോൾ ആ തുണികളുള്ളതൊക്കെ ഞാൻ വേഗം അതൊന്ന് ഇടാം കേട്ടോ. അപ്പം മുതിര തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ മുതിരയിലെ കല്ലൊക്കെ നമുക്ക് വേർപ്പെടുത്തിയെടുക്കാൻ പെട്ടെന്ന് കഴിയൂട്ടാ. പണ്ടത്തെ പോലെ മുതിരയിൽ അങ്ങനെ കല്ലും മണ്ണും ഒന്നും ഇപ്പോൾ കുറവാണ്. എന്നാലും മുതിര വെള്ളത്തിലിട്ട് വെച്ചാൽ മുതിര ഒന്ന് വീർത്ത് വരുമല്ലോ. അപ്പോൾ ആ കല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ അടിയിൽ ആവും. അപ്പോൾ നമുക്കത് കല്ലൊക്കെ ഒന്ന് വേഗം വേർപ്പെടുത്തിയെടുക്കാനും പറ്റും. മുതിര വേഗം വെന്ത് കിട്ടും ചെയ്യൂട്ടാ. അപ്പോൾ നമ്മൾ മുതിര വെച്ചിട്ടാണ് നമ്മൾ തുണിയൊക്കെ ഇടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അപ്പോൾ ഒരു 3-4 വിസിലൊക്കെ വന്നപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടാറിയപ്പോൾ മുതിരയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പുട്ടും ഉണ്ടാക്കിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി പുട്ടൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. എന്നിട്ട് ഇനി ഇപ്പോൾ ആ മുതിര കറി ഒന്ന് കാച്ചിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ തണുപ്പായപ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു അവസ്ഥയാണ് കേട്ടോ. ഒട്ടും ഇങ്ങനെ പോരുമില്ല കേട്ടോ, കട്ടിയായിട്ടേ. ഇനിയിപ്പോൾ ഈ തണുപ്പ് മാറണ വരെ ഇത് തന്നെയാവും വെളിച്ചെണ്ണയുടെ അവസ്ഥ. അപ്പം മുതിര ഒന്ന് കാച്ചി എടുക്കാനായിട്ട് നമ്മൾ പാത്രം വെച്ചു. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി ചതച്ചതും ഒരു 2-3 കാന്താരി മുളകും കൂടി ചതച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയുള്ളിയുടെ കൂടെ. അപ്പം ഇങ്ങനെ ഉപ്പേരിയൊക്കെ കാച്ചിയെടുക്കുമ്പോൾ ഒരു ചെറിയുള്ളിയുടെ കൂടെ ഒരു പച്ചമുളകോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ കാന്താരി മുളക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ചതച്ച് അതിലിട്ടാൽ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ കറിക്ക്. പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി കൂടി ഇട്ടു അതിലേക്ക്. ഇനി അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിൽ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ കടല, മുതിര, ചെറുപയറൊക്കെ നമ്മൾ ഇങ്ങനെ കാച്ചിയെടുക്കുമ്പോൾ നമ്മൾ കാച്ചിനായിട്ട് മുമ്പ് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചിട്ട് നമുക്ക് കാച്ചിയെടുക്കുകയാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ വെള്ളത്തോടു കൂടി നമ്മൾ ഈ നാളികേരം വറുത്തതിലേക്ക് ഇട്ടിട്ട് കാച്ചിയെടുക്കുമ്പോൾ നമ്മൾ അത് കറിയുടെ ഒരു ടേസ്റ്റ് തന്നെ മാറും കേട്ടോ. ഒട്ടും വെള്ളമില്ലാണ്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം മാത്രം നമ്മൾ നാളികേരത്തിലോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ കറിക്കൊരു കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ കടലയായാലും മുതിരയായാലും വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ അതൊന്ന് വറ്റിച്ചതിന് ശേഷം മാത്രം നമ്മളൊന്ന് കാച്ചിയെടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് കൂടുതൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ആ വെള്ളത്തോട് കൂടിയിട്ട് അങ്ങനെ കാച്ചാൽ
അവസാനമായിട്ട് ഒഴിക്കരുത്. എന്നിട്ട് ഒഴിച്ചിട്ട് നമ്മളതിൽ വറ്റിച്ചെടുക്കണത് അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് ടേസ്റ്റ് ഇങ്ങനെയായിരിക്കും കേട്ടോ. പിന്നെ അതേ നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ട് അപ്പോൾ നമ്മൾ വേഗം വേഗം കറികൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് മീൻ ചേട്ടൻ മീൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അപ്പം അത് ഒന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ അതിലെന്തെങ്കിലും മീനെടുത്ത് കറിയാ അല്ലെങ്കിൽ വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നിട്ട് അപ്പോഴേക്കും ഞാൻ ചേട്ടൻ വരുമ്പോഴേക്കും പച്ചക്കറി ഒക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം മുതിരുപ്പേരി കാച്ചലും പിന്നെ പുട്ടുണ്ടാക്കലും അതിൻ്റെ ഇടയിൽ ചായ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതേ പിന്നെ അപ്പോഴേക്കും ചോറും വെന്തുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഈ ചക്കക്കൂരൊക്കെ നന്നാക്കി എടുക്കണത് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഈ പണികൾ ചോറ് ഊറ്റൽ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ. എന്നിട്ട് ചക്കക്കൂരൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് ആദ്യത്തെ തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് പിന്നെ മറ്റേ തൊലി ഒന്ന് വരണ്ടി കളഞ്ഞതിന് ശേഷം വൃത്തിയാക്കി എടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടാൻ കേട്ടോ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചീര പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ചക്കക്കുരും ചീരയും മാങ്ങയും വെക്കാമെന്ന് വിചാരിച്ചു, ഒഴിച്ച് കറിയായിട്ട് കേട്ടോ. അപ്പോൾ മീൻ കൊണ്ടുവരുമ്പോഴേക്കും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മീനിൻ്റെ പണി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ചക്കക്കുരു തൊലി കളഞ്ഞതേ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊട്ടിച്ചെടുത്ത ചീര കുറച്ച് നേരം വെള്ളത്തിലൊന്ന് മുക്കി വെച്ചിട്ട് നന്നായിട്ട് കഴുകി അത് അരിഞ്ഞെടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മളൊരു 2 കഷ്ണം മാങ്ങ പുളിക്കായിട്ട് അതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം മാങ്ങയും ഒന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന നേരം മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു അവിടെ 2-3 വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഓഫാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ചക്കക്കുരും അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അരപ്പ് നാളികേരം മാത്രം. നാളികേരംക്ക് ഇപ്പം ഇതിൽ എരിവ് കുറവാണെങ്കിൽ വേണമെങ്കിൽ ആ നാളികേരത്തേക്കൂടെ ഒരു പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അരപ്പ് അതിലേക്ക് ഒഴിച്ചു കേട്ടോ. ഞാൻ നാളികേരം അരച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ കട്ടായി പോയിരുന്നുകൊണ്ട്. അപ്പോൾ ചക്കക്കുരും ചീരയും മാങ്ങയൊക്കെ തിളച്ച് വന്നപ്പോൾ അരപ്പ് അതിലേക്ക് ഒഴിച്ചു. ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ പാകണമെങ്കിൽ ഇനി ഒന്ന് നന്നായി തിളച്ച് വന്നാൽ മതി കേട്ടോ. അപ്പോൾ കറി നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മളിത് അപ്പുറത്ത് കാച്ചിയെടുക്കാനായിട്ട് പാൻ വെച്ച് അതിലേക്ക് കടുകും വറ്റൽമുളകും മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചിട്ട് അത് താളിച്ച് കൊടുത്തു കേട്ടോ. ചില വീഡിയോ കട്ടായി പോകുന്നുണ്ട്, അത് ഓർമ്മയില്ലാണ്ട് ഓണാക്കണ്ടതിന് ഓഫാക്കണം ഞാൻ കേട്ടോ. അപ്പം അങ്ങനെ ചില ചെറിയ ചെറിയ തെറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ എടുത്തു വെച്ചു. അപ്പോഴേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ ഇപ്പോൾ അധികമൊന്നും വാങ്ങിച്ചിട്ടില്ല, കുറച്ച് ഒരു വലിയ നെയ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3 ഞണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ വലിയ ഞണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ആ ഞണ്ട് എടുത്തിട്ട് ഇപ്പം ഞണ്ടെല്ലാവരും ഒന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ആ ഞണ്ട് എടുത്ത് അവർക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. നന്നായി ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയാണ് ഇടുന്നത് കേട്ടോ പൊടികളായിട്ട്. എന്നിട്ട് അത് പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി കട്ട് ചെയ്തിടാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളതിലേക്ക് ചൂടുവെള്ളവും ഉപ്പും ഇട്ട് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ഞണ്ടില്ലേ അതും അതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയ പുളിക്കായിട്ട്. അപ്പം ഞണ്ട് അധികമൊന്നുമില്ല, ഒരു 2-3 വലിയ ഞണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പം അത് ഞാൻ ക്ലീൻ ചെയ്തു, അതിൻ്റെ കാലും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ കൂട്ടില്ല, മൂത്താളും കൂട്ടില്ല കേട്ടോ. അങ്ങനെ മൂത്താളല്ല, താഴെയുള്ള ആളും കൂട്ടില്ല കേട്ടോ. പിന്നെ മറ്റുള്ളവർക്ക് മതി, അപ്പോൾ അവർക്ക് കുറച്ച് മതി, ഇപ്പോൾ ഒരു നേരത്തിന് മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
പിന്നെ കറികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതേ നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴണ്ടി വന്നപ്പോൾ അതേ അതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. പിന്നെ കുറച്ച് ഉപ്പിട്ട്, പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ഞണ്ടും ഇട്ട്, കുറച്ച് നാളികേരക്കൊത്തു ഇട്ടു കേട്ടോ അതിലേക്ക്. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കുക. അവിടെ നിന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഞണ്ടൊക്കെ നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞണ്ടൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ നമ്മളത് തുറന്ന് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന്, അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇങ്ങനെ എരിവിനനുസരിച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അത് ഡ്രൈ ആക്കി എടുത്തു, ഇളക്കി അത് ഡ്രൈ ആക്കി എടുത്തു കേട്ടോ. അങ്ങനെ പറ്റിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റൊക്കെ റെഡിയായി. പിന്നെ കുറച്ച് മീൻ, ഇപ്പോൾ പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മീൻ കിങ് ഫിഷ് ആണ് കേട്ടോ, ഐക്കൂറ, ഞങ്ങൾ അറിക്കാന്ന് പറയും. അപ്പോൾ അതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 3-4 കഷ്ണം എടുത്ത് വൈകിട്ടത്തേക്ക് വറുക്കാനായിട്ടൊന്ന് മസാല പുരട്ടി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഇടികല്ലിലേക്ക് ഒരു ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. എല്ലാം കുറച്ച് മതി. അപ്പോൾ 2 വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി, അങ്ങനെ കുറച്ച് 2-3-4 കാന്താരി മുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, അതാണ് നന്നായിട്ട് ചതച്ച് ഒരു പാത്രത്തിലോട്ടിട്ട്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ നാരങ്ങ നീരും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. വെള്ളത്തിന് പകരമായിട്ട് ഒരു തുള്ളി ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് മീനിട്ടിട്ട് അങ്ങനെ പുരട്ടിയിട്ട് ഒന്ന് നമുക്ക് മൂടി വെച്ച്, അപ്പോൾ വൈകിട്ടത്തേക്കാണ്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് വെക്കണം കേട്ടോ. അപ്പം നമ്മൾ പച്ചക്കറികളൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസം കൂടുമ്പോൾ പച്ചക്കറി മേടിക്കുമ്പോൾ അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് മീനും പച്ചക്കറികളൊക്കെ ഒന്ന് വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് മീനൊന്നുമില്ല. അപ്പോൾ കുറച്ച് വാങ്ങിച്ചുള്ളത് കുറച്ച് ഒരു വലിയ അരക്കയാണ് വാങ്ങിച്ച് കഷ്ണങ്ങളാക്കി വാങ്ങിച്ചുള്ളത്. അപ്പോൾ അത് ഞാൻ ഓരോ ദിവസത്തേക്കുള്ള ഇതായിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസം എടുത്ത് നമുക്ക് കറി വയ്ക്കുക, വറുക്കുക ചെയ്യാമല്ലോ. അല്ലെങ്കിൽ എല്ലാം കൂടി നമ്മളത് തണുപ്പ് മാറാനായിട്ട് എടുത്ത് അതിൽ നിന്ന് എടുത്ത് പിന്നെ ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് നല്ലത് ഒന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഓരോ ദിവസത്തേക്കായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഓരോ ബോട്ടിൽ കണ്ടെയ്നറിൽ ഇങ്ങനെ വെച്ചു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ടത് മൂടി വെച്ച് ഇനി ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് വെക്കുക കേട്ടോ നമുക്ക്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ വെച്ചു. പിന്നെ തലയുണ്ടായിരുന്നത് ഒരു വലിയ പാത്രത്തിലോട്ട് ആ തലയും വെച്ചു കേട്ടോ. എന്നിട്ട് ഇതേ മേലത്തെ ഭാഗം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് വെക്കണത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഓരോ ആഴ്ചയും മീൻ കൊണ്ടുവരുമ്പോഴും പച്ചക്കറി കൊണ്ടുവരുമ്പോഴും ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര ഭാരമാവില്ല കേട്ടോ. അപ്പോൾ അത് ഒക്കെ ഒന്ന് വെക്കണായിട്ട് മുമ്പായിട്ട് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തു നമ്മൾ മീനും ഒക്കെ അതിലേക്ക് ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ മീൻ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അപ്പോൾ അവിടെ തന്നെ പച്ചക്കറി മാർക്കറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറിയും ആവശ്യമുള്ള പച്ചക്കറിയും പിന്നെ ബീഫോ അല്ലെങ്കിൽ അങ്ങനെ മട്ടൻ എന്തെങ്കിലും വേണമെങ്കിൽ, മട്ടനൊന്നും ഞങ്ങൾ അങ്ങനെ മേടിക്കാറില്ല കേട്ടോ. അപ്പോൾ അതും എല്ലാം അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ബീഫും മട്ടനൊന്നും വാങ്ങിച്ചിട്ടില്ല, മീൻ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ, പിന്നെ പച്ചക്കറികളൊന്നും വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ സാമ്പാർ കഷ്ണമൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ചധികം കുറച്ച് ലാഭമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ പച്ചക്കറികളൊക്കെ അതൊക്കെ വൃത്തിയാക്കി എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജൊന്ന് മൊത്തത്തിൽ വൃത്തിയാക്കി വീണ്ടും വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറികളൊക്കെ വെച്ച് ബാക്കി പിന്നെ മീനൊക്കെ ഒന്ന് മസാല പറ്റിയുള്ളത് വൈകിട്ടത്തേക്കല്ലേ.
അപ്പോൾ നമ്മൾ ഫ്രീസറിലൊന്നും വെക്കാറില്ല, അപ്പോൾ അവിടെ തന്നെയാണ് വെക്കാറ് കേട്ടോ, താഴെ തന്നെ വെക്കാറ്. അപ്പോൾ അതൊക്കെ വെച്ചു. പിന്നെ ഇതേ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുള്ളത് ഇങ്ങനെ ഞെട്ടൊന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ പച്ചമുളകൊക്കെ കുറേ ദിവസം അങ്ങനെ കേടുകൂടാതിരിക്കും കേട്ടോ. ഇങ്ങനെ ഞെട്ട് കളഞ്ഞിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ആ കറികൾ, ഞണ്ട് കറിയും ഒക്കെ ആയി വന്നപ്പോൾ തന്നെ പിള്ളേർക്കൊക്കെ വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു. പിന്നീട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം, ഇപ്പോൾ പച്ചമുളകും പിന്നെ ഇഞ്ചിയും കറിവേപ്പിലയും, അപ്പോൾ കറിവേപ്പില ഇവിടെ ഉണ്ട്, എന്നാലും ഞാൻ കുറച്ച് വാങ്ങിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ തീരും കേട്ടോ. അപ്പോൾ കുറച്ച് മേടിച്ച് അത് കടയിൽ പോകുമ്പോൾ, മാർക്കറ്റിൽ പോകുമ്പോൾ മേടിച്ച് വയ്ക്കും കേട്ടോ അത്. അപ്പോൾ അതും ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ എല്ലാ പണിയും കഴിഞ്ഞപ്പോഴേക്കും ഒരുവിധം നേരം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മീനൊക്കെ വൃത്തിയാക്കിയല്ലേ കംപ്ലീറ്റ് ഒന്ന്, അല്ലെങ്കിലും ലിക്വിഡ് ഒഴിച്ച് എന്നും ക്ലീൻ ചെയ്യും. പിന്നെ നമ്മൾ മീനൊക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ വരുമ്പോൾ ഒരു പൊട്ട സ്മെല്ലുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായിട്ട് പിന്നെ ഭക്ഷണം കഴിക്കണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കിച്ചണും എല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.